ഹായ് ഓൾ, വെൽക്കം ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC സെക്ഷൻ്റെ രണ്ടാമത്തെ ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജനഗണമന, അതായത് ദേശീയ ഗാനമാണ്. വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ജനഗണമന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ദേശീയ ഗാനമാണ്. ദേശീയ ഗാനം എഴുതിയിട്ടുള്ളത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇത് എഴുതിയിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ബംഗാളി ലാംഗ്വേജാണ്. ഏറ്റവും കൂടുതൽ തവണ PSC ചോദിച്ചിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ് ജനഗണമന എഴുതിയിട്ടുള്ള ലാംഗ്വേജ് ഏതെന്ന്. അപ്പോൾ അത് ബംഗാളി ലാംഗ്വേജാണ്. ആദ്യമായിട്ട് ദേശീയ ഗാനം ആലപിച്ചിട്ടുള്ളത് സരളാദേവി ചൗധരിയാണ്. ആലപിച്ചിട്ടുള്ളത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ 1911 ഡിസംബർ 27 INCയുടെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അതായത് ആദ്യമായിട്ട് ആലപിച്ചത് സരളാദേവി ചൗധരിയും ആലപിച്ച സ്ഥലം 1911 ഡിസംബർ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അടുത്തത് ദേശീയ ഗാനം എഴുതി തിട്ടപ്പെടുത്തിയിട്ടുള്ള രാഗം ശങ്കരാഭരണമാണ്. ശങ്കരാഭരണം രാഗത്തിൽ വെച്ചിട്ടാണ് ദേശീയ ഗാനം എഴുതി തിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത് ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് രാംസിംഗ് ഠാക്കൂറാണ്. രാംസിംഗ് ഠാക്കൂറാണ് ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയിട്ടുള്ളത്. ഹിന്ദി, ഉറുദു ഭാഷകളിലേക്ക് ദേശീയ ഗാനത്തെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് ആബിദ് അലിയാണ്. ആബിദ് അലിയാണ് ഹിന്ദു, ഉറുദു തുടങ്ങിയ ഭാഷയിലേക്ക് ദേശീയ ഗാനത്തെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് രവീന്ദ്രനാഥ ടാഗോറാണ്. ദേശീയ ഗാനത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് രവീന്ദ്രനാഥ ടാഗോറാണ്. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ്. ദേശീയ ഗാനത്തെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ്. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡാണ്. PSC കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം. അത് 52, 54, 55, അതുപോലെ 65 അങ്ങനെയൊക്കെയാണ് പൊതുവെ ഓപ്ഷൻസ് തരാറ്. ശരിയായ ഉത്തരം 52 സെക്കൻഡാണ്. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡാണ്. അടുത്തതായിട്ട് ദേശീയ ഗാനത്തെ അംഗീകരിച്ചത്, ദേശീയ ഗാനത്തെ ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 24. ദേശീയ ഗാനത്തെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 24. ഇനി ദേശീയ ഗാനങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനം ആന്തമെറ്റോളജിയാണ്. ദേശീയ ഗാനങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനം ആന്തമെറ്റോളജിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദേശീയ ഗാനത്തെക്കുറിച്ചിട്ട് നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് ആ എക്സാമിന് ചോദിച്ചിട്ടുള്ള ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനും ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും വേണ്ട രീതിയിൽ നോട്ട് എഴുതി വെച്ചിട്ട് തന്നെ ക്ലാസ് പ്രിപ്പയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.